ഇന്നലെ ഞായറാഴ്ച രാത്രി 10:30 ഖത്തറിൽ നിന്ന് നിരവധി പേർ ഉഗ്ര സ്ഫോടന ശബ്ദം കേട്ടു. വീണ്ടും ആശങ്കാകുലമായ ഒരു യുദ്ധ സാഹചര്യമാണോ, എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല എന്ന് കാണിച്ച് ഞങ്ങളെയും കോൺടാക്ട് ചെയ്തിരുന്നു. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇന്നലെ അമേരിക്കയുടെയും ഇറാൻ്റെയും സമാധാന ചർച്ച പുരോഗതിയിലേക്ക് നീങ്ങുകയും പെട്ടെന്ന് ട്രംപിൻ്റെ ചില ഭീഷണികളെ തുടർന്ന് ചർച്ചയിൽ നിന്ന് ഇറാൻ മാറി നിൽക്കുന്നു എന്ന വാർത്ത വരികയും ചെയ്ത ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ഈ സ്ഫോടന ശബ്ദം കേട്ടത് എന്നുള്ളതാണ് ആളുകൾക്ക് കൂടുതൽ ആശങ്ക ഉളവാക്കിയത്. എന്നാൽ അതുമായിട്ടൊന്നും ബന്ധമില്ല എന്ന കാര്യം ഉടൻ തന്നെ വ്യക്തമായി. ഈ റസ് ലഫാൻ എന്ന് പറയുന്ന LNG പ്ലാന്റിൽ, ആ സ്ഥലത്തുള്ള പ്ലാന്റിൽ, ബർസാൻ പ്ലാന്റിൽ ഇങ്ങനെ ഒരു ശബ്ദമുണ്ടാകുമ്പോൾ അത് 70-80 കിലോമീറ്റർക്ക് അപ്പുറമുള്ള സെൻട്രൽ ദോഹ വരെ, അവിടുത്തെ വീടുകളിൽ വരെ ഇങ്ങനെ ജനാലകൾ കിടുങ്ങുന്ന വിധത്തിലായി മാറിയെന്നൊക്കെ പറയുമ്പോൾ എത്ര ശക്തമായിരിക്കും ആ സ്ഫോടനം. മാത്രമല്ല, ഇപ്പോൾ പരുക്ക് പറ്റി കിടക്കുന്നത് 66-ലധികം ആളുകൾ എന്ന റിപ്പോർട്ട് വരുന്നു. ഇന്ത്യക്കാരും പാകിസ്ഥാൻ സ്വദേശികളുമായിട്ട് 13 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അന്തിമമായി കിട്ടിയിരിക്കുന്ന വിവരം. ഖത്തറിൻ്റെ ഊർജ്ജമന്ത്രി സാദൽ കാബി ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ഇത് ഏത് സാഹചര്യത്തിൽ ഇങ്ങനെ ഉണ്ടായി, കാരണം മാർച്ചിലൊരു ആക്രമണ സമയത്ത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായപ്പോൾ റസ് ലഫാനിലെ പ്ലാന്റുകൾക്ക് കേടുപാടുകൾ പറ്റി, അതൊക്കെ ശരിയാക്കിയിട്ട് വീണ്ടും പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള ആ ഒരു റീസ്റ്റാർട്ട് പ്രക്രിയ ഞായറാഴ്ച രാത്രി ആരംഭിക്കവെയാണ് ഇങ്ങനെ സ്ഫോടന ശബ്ദം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ആക്സിഡൻ്റാണ്, ആക്രമണമല്ല എന്ന പ്രാഥമിക ധാരണയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതായാലും ആഭ്യന്തര വിപണിയെ ഈ പ്രശ്നം ബാധിച്ചിട്ടില്ല. അതൊക്കെ പരിഹരിക്കാൻ തക്ക രൂപത്തിലേക്ക് ഖത്തറിൻ്റെ വളർച്ച മുന്നോട്ട് പോവുകയാണ്. യുദ്ധത്തിൻ്റെ വാർത്തകളാണെങ്കിൽ ഇന്നലെ രാത്രി വന്ന ആശങ്ക ജനിപ്പിക്കുന്ന ഇറാന്റെ പിന്മാറ്റം സംബന്ധിച്ചുള്ള വാർത്തയ്ക്ക് ശേഷം ഇന്ന് രാവിലെ വന്നിരിക്കുന്ന എല്ലാം ശുഭകരമായ കാര്യങ്ങളാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത് വീണ്ടും കാര്യങ്ങൾ ട്രാക്കിലായി, വളരെ വലിയ പുരോഗതിയിലേക്ക് പോകുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കോൺട്രാക്ട്, ആ MOU അന്തിമമായിട്ട് എന്താണോ തീരുമാനിച്ചത് അത് നടപ്പിലാവുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ ചർച്ച മുന്നോട്ട് പോകുന്നതെന്നാണ്. ആ പ്രസ്താവന വന്നതിന് ശേഷം ഇന്ന് അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ അതിൻ്റെ മാറ്റം പ്രതിഫലിച്ചു, വിലക്കുറവ് പ്രകടമായി. മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ന് രാവിലെ തന്നെ 15 കപ്പലുകൾ കടന്നുപോയി എന്ന അറിയിപ്പ് പല ഭാഗത്തുനിന്നും വരികയാണ്. ഹോർമൂസ് വീണ്ടും അടച്ചിടുമെന്നും ഒറ്റ കപ്പലിനെയും പുറത്തേക്ക് വിടില്ല എന്നും ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ സമാധാന ചർച്ചയുടെ 2ാം ഘട്ടം ഗൗരവത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ള സൂചന പുറത്തു വന്നതോടുകൂടി ആ കാര്യത്തിൽ മാറ്റം വന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ശുഭകരമായ രൂപത്തിലേക്ക് ഈ MOU മുന്നോട്ട് പോവുകയും അതിന് തിലകം ചാർത്തിയത് എല്ലാം ശരിയാണെന്ന് വരികയും ഇനി യുദ്ധമുണ്ടാവുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റിയ അന്തരീക്ഷത്തിലേക്ക് നമ്മളൊക്കെ മാറുകയും ചെയ്താൽ മാത്രമേ മനുഷ്യന് സമാധാനം കിട്ടുകയുള്ളൂ. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ നീക്കങ്ങൾ ലെബനോന് മേൽ, ഹിസ്ബുള്ളയ്ക്ക് മേൽ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു കേട്ടെങ്കിലും പിന്നീട് അത് ഉണ്ടായില്ല എന്നുള്ളതും ആശ്വാസകരമായി മാറിയിരിക്കുകയാണ്. വിശദമായ ചില അന്തിമ ചർച്ചകൾക്ക് വേണ്ടി ഇറാൻ്റെ പ്രസിഡന്റ് നാളെ ചൊവ്വാഴ്ച പാകിസ്ഥാൻ സന്ദർശിക്കുന്നു എന്ന അറിയിപ്പ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വരികയാണ്. പാകിസ്ഥാനും ഖത്തറുമാണല്ലോ ഇപ്പോൾ നടന്നു വരുന്ന സമാധാന ശ്രമങ്ങളിൽ മധ്യസ്ഥ നീക്കവുമായി മുന്നിട്ട് നിൽക്കുന്നത്. ഇതിനിടയിൽ ഇന്ന് തിങ്കളാഴ്ച ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം, ഒരു വലിയ ആശാവഹമായിട്ടുള്ള പുരോഗതിയുടെ ലക്ഷണം എന്ന് പറയുന്നത്, അമേരിക്ക ജനറൽ ലൈസൻസ് ഇഷ്യൂ ചെയ്തു ഇറാന് വേണ്ടി. നിങ്ങൾക്ക് എണ്ണ ഉൽപ്പാദിപ്പിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഡെലിവറി ചെയ്യാം, നിങ്ങൾക്ക് കച്ചവടം നടത്താം. എണ്ണ മാത്രമല്ല, ക്രൂഡ് ഓയിൽ മാത്രമല്ല, പെട്രോ കെമിക്കലുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ എന്തൊക്കെ സ്വത്തുണ്ടോ അതൊക്കെ വിൽക്കാൻ പറ്റിയ സാഹചര്യത്തിൻ്റെ ലൈസൻസാണ് അമേരിക്ക ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ഫെബ്രുവരി 28 നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. അതിനു മുമ്പും സങ്കല്പിക്കാൻ പറ്റിയിരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ അത് സങ്കല്പിക്കുന്ന യാഥാർത്ഥ്യമാവുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഈ ജൂൺ 22 രാത്രി. ഒരു യുദ്ധം കൊണ്ടുവരുന്ന വലിയ മാറ്റങ്ങൾ ഏതൊക്കെ തരത്തിലാണെന്ന് മനസ്സിലാക്കാൻ നാളെ ചരിത്രം പഠിക്കുന്നവർക്ക് ഒരു വലിയ പാഠമാകാൻ ഇത്തരം സംഭവങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ലൈസൻസ് ഉപകരിക്കട്ടെ. ആ ലൈസൻസിൽ പറഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റ് 21 വരെയാണ് ഇഷ്ടംപോലെ ഇറാനിൽ നിന്നുള്ള എണ്ണയും ഉൽപ്പന്നങ്ങളും വിൽക്കാനും ഡെലിവറി ചെയ്യാനുമുള്ള അവകാശം കൊടുത്തിരിക്കുന്നതെന്ന്. കൂട്ടത്തിൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഒരു ഉന്നതതല സുരക്ഷാ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ പ്രഗത്ഭനായ അജിത് ഡോവൽ ഇറാൻ്റെ ഉന്നത വൃത്തങ്ങളുമായി സംസാരിച്ചു. കൂട്ടത്തിൽ ഈ ബ്രിക്സ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനെത്തിയ ചൈനയുടെ വിദേശകാര്യ മന്ത്രിയും പങ്കെടുത്തു എന്ന അർത്ഥത്തിൽ റിപ്പോർട്ട് വരികയാണ്.
Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Suud Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.